ഹായ് കൂട്ടുകാരെ, കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നൊരു ആന്തൂറിയത്തിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞു, ആന്തൂറിയൊക്കെ നല്ല ഉഷാറായി നിൽക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ആന്തൂറിയെല്ലാം മഴയിലായിട്ടായിരുന്നു, ഇന്ന് മഴയത്തിരുന്നിരുന്നതാണ്. കണ്ടോ, ഇതിൻ്റെ കട നോക്കിയ വേരുകളൊക്കെ ഉണ്ട്, പുതിയ വേരുകളൊക്കെ വന്നു നല്ല ഉഷാറായി നിൽക്കുക. പുതിയ വേരുകൾ ഇങ്ങനെ വരിക, നല്ല പുതിയ വേരുകൾ വരും മഴ കൊണ്ടിരിക്കുമ്പോൾ. എല്ലാം മഴയത്തിരുന്നൊക്കെ നല്ല ഉഷാറായി വന്നു. ഇതൊക്കെ ഇതിൻ്റെ കടക്കിൽ വേരുകളുണ്ട്, പുതിയ വേരുകൾ വന്നിരിക്കുന്നത് കാണുന്ന മുഴുവൻ മഴ കൊണ്ടിട്ട്. പൊട്ടി കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒരു കളറ് ആന്തൂറിയം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ കളറൊന്നുമില്ല. ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ധാരാളം ആന്തൂറിയം നേരത്തെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി എൻ്റെ കയ്യിൽ നിന്ന്. അതിന് ശേഷം അതിൽ നിന്ന് 1-2 പ്ലാന്റൊക്കെ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ ഇവയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് നല്ല ഭംഗിയാക്കി കൊണ്ടുവരിക. മഴ കൊണ്ടുവരൊക്കെ ഇതാണ് ഇവരുടെ മദർ പ്ലാന്റ്. ഇതിൽ നിന്ന് എടുത്ത് വെച്ച തൈകളാണ് ഇതൊക്കെ. ഇതെല്ലാം ഇവരൊക്കെ വളർന്ന് ഇതാണ്. ഇത് നല്ലോണം പൂക്കളുണ്ട് കണ്ടോ. ഇനി എന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ ഇതിൻ്റെ അടിയിലെ മൂത്ത വേരുകളുണ്ടല്ലോ, ഇതേപോലത്തെ ആദ്യത്തെ പഴകിയ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ തടത്തിൽ നമ്മൾ ഉണക്കച്ചാണകം ഉണ്ടല്ലോ, ചാണകം ഉണങ്ങിയത് അതെടുത്തിട്ട് ഇതിൻ്റെ കടക്കിൽ ആദ്യം ഇതുപോലെ വെച്ച് കൊടുക്കും. വേണ്ട, ചാണകത്തിൻ്റെ ഫോൺ കയ്യിൽ നിന്ന് വീണു പോയി. ചാണകത്തിൻ്റെ കട്ടകളുണ്ടല്ലോ, അത് ആദ്യം ഇതുപോലെ വെച്ച് കൊടുക്കും. കാരണം ഇങ്ങനത്തെ കട്ടകൾ കിട്ടും ചാണകത്തിൻ്റെ ഉണങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് നിന്ന്. ഇതെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ടൈറ്റാക്കിയോടെ വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ ചാണകത്തിൻ്റെ കട്ടകളെല്ലാം കുതിർന്നിട്ട് ഇതിൽ നിന്ന് ഇവിടെ സത്തുണ്ടല്ലോ ചാണകത്തിൽ നിന്ന് കിട്ടുന്നത്, അതിന് ചെടികളുടെ വേരുകളിലേക്ക് പതുക്കെ 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 ഇറങ്ങിക്കൊള്ളൂ. ഓരോ ദിവസം വെള്ളം ഒഴിക്കുമ്പോഴും ഇത് കുതിർന്നുകൊണ്ട് ഇത് ഇറങ്ങി വരും. അപ്പോൾ ഈ വേരുകൾക്കൊക്കെ നല്ല ഉഷാറ് കിട്ടുന്നുണ്ടായി. ഇങ്ങനെ ഈ ചാണകം ഇതുപോലെ ചാണകത്തിൻ്റെ കട്ടകൾ അത് ഈ വേരുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തേക്ക് ഇറക്കി വെക്കണം. ഈ വേരുകളൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഈ ചാണകത്തിൻ്റെ കട്ടയുണ്ടല്ലോ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് കൈ പിടിച്ചിട്ടാട്ടോ ചെയ്യുന്നതുകൊണ്ട് ക്ലിയർ ആവണുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇലയുടെയൊക്കെ മരം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുക വേരിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഓരോ തവണ വെള്ളം ഒഴിക്കുമ്പോഴും ഇത് കുതിർന്ന് ഇതിൻ്റെ NPK ഉണ്ടാവുമല്ലോ, ഇതിനകത്ത് നൈട്രജൻ്റെ കണ്ടൻറ്റ് ഉള്ള സാധനമുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും പതുക്കെ പതുക്കെ. അങ്ങനെ ഇറങ്ങി ഈ ചെടീന് ബുഷായി നല്ല ഭംഗിയായിട്ട് വരും. കണ്ടില്ലേ വെച്ചത്? ഇതുപോലെ വെച്ച് കൊടുക്കണം. ഞാൻ എല്ലാറ്റിൻ്റെ കടക്കലും എല്ലാ തവണയും അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ചാണകത്തിൻ്റെ കട്ടകൾ. ഇതെടുത്ത് ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പുറത്തേക്ക് കിടക്കുന്ന വേരുകളുണ്ടെങ്കിൽ അതൊന്ന് ചട്ടിയുടെ അകത്തേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുക. വേരുകളൊക്കെ വളരെ സ്മൂത്തായിരിക്കും, അതുകൊണ്ട് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളൂ. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇനി ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഇരിക്കും. വെള്ളം അടിക്കുമ്പോൾ ഈ ചാണകത്തിൻ്റെ മുകളിലും ഇലയും ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പോൾ അത് ഇറങ്ങി വന്നോളൂ. ഇന്നൊരു വലിയ കട്ട കൂടി ഉണ്ട്. ഇതിനെ ഇങ്ങനെ പൊടിക്കാൻ കിട്ടുന്നില്ല. ഇങ്ങനെ പൊടിച്ചിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്, അതിൻ്റെ കൂടി കടക്കൽ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ കടക്കലും വേരുകൾ കണ്ട് പുറത്ത് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ കടക്കൽ കണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവരേക്കിനി നമ്മൾക്കിനി മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അവർ പതുക്കെ വെള്ളം വീണ് ആ ചാണകമൊക്കെ കുതിർന്ന് നല്ല ഭംഗിയിൽ വരും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നനച്ച് കൊടുക്കണം. അതിൽ നിന്ന് കിട്ടിയ ചെറിയ ബേബി പ്ലാന്റാണ് എനിക്കിത്. എന്നാ ഇത് വേറൊരു ചട്ടി എടുത്ത് ചട്ടിക്കകത്ത് പോട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഞാനിതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ.
അപ്പോൾ ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.